SIR എന്നൊരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കി തുടങ്ങിയപ്പോൾ നിലവിളി ആദ്യം ഉയർന്നത് ബംഗാളിൽ നിന്നാണ്, പിന്നെ ഇങ്ങ് കേരളത്തിൽ. നമ്മൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് വിളിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാർ അവരെ അതിഥി തൊഴിലാളികളാക്കി. ഈ അതിഥി തൊഴിലാളികളിൽ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്നവരുണ്ട് എന്ന് ജനം TV പലവട്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവരിൽ ആർക്കൊക്കെയാണ് യഥാർത്ഥ പൗരത്വമുള്ളത്, ഇവരിൽ ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരായി രേഖകൾ ഉണ്ടാവുന്നത് എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുൻപേ തന്നെ മുന്നറിയിപ്പ് തന്നിരുന്നു. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശിൽ നിന്ന് വന്ന തീവ്രവാദ സ്വഭാവമുള്ള തീവ്രവാദ സംഘങ്ങളിലുള്ളവർ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന്. പലവട്ടം പല സമയത്തായി പലരെയും അറസ്റ്റ് ചെയ്തെങ്കിലും ഗൗരവത്തിലെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ആദ്യം ജന്മഭൂമിയിലും പിന്നെ ജനം TVയിലും വന്ന ചില വാർത്തകൾ. ബംഗാളി ഭായ് ബംഗ്ലാദേശ് ഭീകരൻ, ഭീകരവിരുദ്ധ സേന അന്വേഷണം തുടങ്ങി, വ്യാജരേഖകൾ കേരളത്തിൽ നിന്ന്, അതിന്റെ മുഖ്യകണ്ണി മുംതാസ് പിടിയിൽ എന്ന്.